റമദാൻ മാസം വന്നെത്തി. അയാൻ എല്ലാ ദിവസവും നോമ്പ് തുറ കഴിഞ്ഞാൽ ഒരു റാന്തൽ വിളക്ക് കത്തിച്ച് വീടിന്റെ ഉമ്മറത്ത് അത് തൂക്കിയിടുമായിരുന്നു. എന്നിട്ട് അതിന്റെ വെളിച്ചം ചുവരിൽ നൃത്തം ചെയ്യുന്നത് നോക്കി നിൽക്കും. അവൻ എന്തിഷ്ടമാണെന്നോ ആ വിളക്ക്. ഉമ്മ, ഈ ലൈറ്റ് നല്ല രസമുണ്ടല്ലേ? അതേ മോനെ, റമദാൻ എന്നത് നോമ്പ് നോൽക്കൽ മാത്രമല്ല, ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സ് പ്രകാശമുള്ളതാക്കുക കൂടിയാണ്. എന്നാലും ഒരു വിളക്ക് പോലെ മനസ്സ് എങ്ങനെയാണ് തിളങ്ങുക എന്ന് അവന് മനസ്സിലായില്ല. ഒരു വൈകുന്നേരം ഉപ്പയുടെ കൂടെ പള്ളിയിലേക്ക് നടക്കുമ്പോൾ വഴിയരികിൽ ഒരു വയസ്സായ മനുഷ്യനെ അയാൻ കണ്ടു. അയാൾ വളരെ ക്ഷീണിതനായിരുന്നു. ഉപ്പ, ഇയാളെ നമുക്ക് സഹായിച്ചാലോ? ഞാനിപ്പോ വരാം. അവൻ വേഗം വീട്ടിലേക്ക് ഓടി. കുറച്ച് ഈത്തപ്പഴവും വെള്ളവും ഭക്ഷണപ്പൊതിയും എടുത്തുകൊണ്ട് വന്നു. നന്ദിയുണ്ട് മകനെ. പടച്ചവൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ആ നിമിഷം വിളക്ക് കത്തിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ വലിയ സന്തോഷം അയാന് തോന്നി. അവന്റെ മനസ്സ് നിറഞ്ഞതുപോലെ തോന്നി. മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹമാണ് നമ്മുടെ മനസ്സിനെ തിളക്കമുള്ളതാക്കുന്നതെന്ന് അവന് മനസ്സിലായി. അന്ന് രാത്രി പതിവ് പോലെ അയാൻ തന്റെ വിളക്ക് കത്തിച്ചു. വിളക്ക് പോലെ തന്നെ അവന്റെ മനസ്സും തിളങ്ങുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കുക, ഉള്ളത് പങ്കുവെക്കുക, സ്നേഹിക്കുക. റമദാനിൽ എന്തെല്ലാം നന്മകളാണ് നാം ശീലിച്ചെടുക്കുന്നതെന്ന് അവൻ ആലോചിച്ചു. നോമ്പിൽ ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്നത് വിളക്കുകളല്ല, മറിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്ന മനസ്സാണെന്ന് അയാന് മനസ്സിലായി.